അവർക്കറിയില്ല. ഞാൻ ഈ ഫീൽഡ് വിട്ട കാര്യം അവർക്ക് അറിയണ്ടായിരുന്നില്ല. സ്ഥാപനത്തിൽ ജോലി നിർത്തിയ കാര്യം അറിയണ്ടായിരുന്നില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അവിടുന്ന് എന്താ പറയാന്ന് വെച്ചാല് സാധാരണ അമ്മ ചോറാക്കി തരുന്ന പോലെ ചോറൊക്കെ പാക്ക് ചെയ്ത് കമ്പനി യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ ഇറങ്ങി തൃശ്ശൂര് തേക്കിങ്ങാട് മൈതാനത്തിൽ ചെന്നിരിക്കും. അവിടെയുള്ള ആൾക്കാർ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് ആ ഓഫീസിന്റെ ഇനാഗ്രേഷനാണ് ഞാൻ പേരൻസിനെയും റിലേറ്റീവ്സിനെ കൊണ്ടുവന്ന് ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്യണം. അപ്പോഴാണിത് ഇവർക്ക് അറിയുന്നത് മകന്റെ പേരിലുള്ള ഒരു സ്ഥാപനമാണല്ലോ എന്നുള്ളത്. തൃശ്ശൂർ റൗണ്ടിൽ ഇരുന്നിട്ടാണ് നമ്മുടെ കമ്പനിക്ക് ഒരു പേര് തന്നെ ഇടുന്നത്. അങ്ങനെ പേരിട്ടത് ഡോമിനന്റ് എന്നാണ്. അങ്ങനെ ഒരു പേര് അവരായിട്ട് തന്നെ ഇട്ടതാണ്. അതങ്ങനെ അത് ഫിക്സ് ചെയ്തു. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂരുകാർ എന്നൊക്കെ സ്പാർക്കിൽ വന്നിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായി മാറിയിട്ടുണ്ട്. പിന്നീട് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ സ്റ്റോറിയും തികച്ചും വ്യത്യസ്തമായൊരു സ്റ്റോറിയാണ്. 28-ാം വയസ്സിൽ കേരളത്തിലെ 1000-ലധികം കോർപ്പറേറ്റുകൾക്ക് സർവീസ് കൊടുക്കുന്ന ഒരു പയ്യൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് ഡൊമിനിക്കിൻ്റെ സ്റ്റോറി ഒരുപാട് സംരംഭകർക്ക്, ഒരുപാട് വളർന്നു വരുന്നവർക്ക്, ഒരുപാട് ചെറുപ്പക്കാർക്ക്, നിലവിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയൊരു മോട്ടിവേഷൻ ആകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ ഡൊമിനിക്കിനെ ഈ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡൊമിനിക്. തൃശ്ശൂരാണ് സ്വദേശം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂര് പറപ്പൂർ എന്ന് പറയും. പറപ്പൂര് നമ്മുടെ അമല ഹോസ്പിറ്റലിന്റെ ഒക്കെ. ഓക്കെ, എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സ്ഥലം. ഓക്കെ, പഠിച്ചതും ജനിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെ. ഓക്കെ, പേരൻസ് ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു? അവര് പപ്പയ്ക്ക് ബിസിനസ് ആണ്, മമ്മി ഹൗസ് വൈഫ് ആണ്. അപ്പൊ പിന്നെ ബിസിനസ് നമ്മുടെ രക്തത്തിലുണ്ട്. അപ്പന്റെ കുറച്ച് പാരമ്പര്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പഠിച്ചതൊക്കെ അപ്പൊ തൃശ്ശൂർ തന്നെയായിരുന്നു? തൃശ്ശൂർ തന്നെയാണ് എല്ലാം പഠിച്ചതൊക്കെ തൃശ്ശൂർ തന്നെ. ഇപ്പൊ ബിസിനസ് ചെയ്യുന്നതും തൃശ്ശൂർ തന്നെ. ഈ ചെറുപ്പം മുതലേ എല്ലാരും പറഞ്ഞേക്കാം അപ്പന് ബിസിനസ് ആണെങ്കിൽ അപ്പന്റെ കടയിൽ പോയാണ് ബിസിനസ് പഠിച്ചത്, അവിടെ നിന്നാണ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞേക്കാം. ഡൊമിനിക്ക് അങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെയായിരുന്നു ബേസിക്കലി. പിന്നെ പയ്യെ പയ്യെ അപ്പച്ചൻ അവിടെ നിന്നാൽ, അതായത് ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അപ്പച്ചന് തോന്നി. അങ്ങനെ അപ്പച്ചന്റെ സുഹൃത്തിന്റെ അവിടെ നമ്മളാക്കിയിട്ടാണ് പിന്നീട് അങ്ങനെയാണ് പതുക്കെ പതുക്കെ ബിസിനസ്സിലേക്ക് വരുന്നത്. അതിനൊപ്പം തന്നെ പഠിപ്പും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്തു? ഡിഗ്രി ചെയ്തു. പിന്നെ അപ്പോൾ പപ്പയുടെ ഫ്രണ്ടിന്റെ അവിടെ കൊണ്ടാക്കുകയായിരുന്നു. അപ്പം ആൾക്ക് അതവിടെ തൃശ്ശൂരുള്ളൊരു വലിയൊരു സ്ഥാപനമായിരുന്നു, IT റിലേറ്റഡ് ആയിട്ടുള്ള ഈ മൈജി പോലത്തെ വലിയൊരു സ്ഥാപനമായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എല്ലാ കൊച്ചു കാര്യങ്ങൾ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നത്. അതിന് ആളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസ് വെക്കേഷൻ ആയാലും എന്ത് വെക്കേഷൻ ആയാലും അവിടെ പോയി, ശനി ഞായറായാലും ശരി, ഫ്രീ ടൈം കിട്ടുന്ന എല്ലാ സമയങ്ങളിലും ഈ പപ്പയുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയി അങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും. അതെ അസംബിൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ ഒക്കെ അവിടെ വെച്ചിട്ട് പഠിക്കുകയായിരുന്നു. ഇപ്പൊ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ജോലിക്ക് കയറിയോ അതോ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്തോ? ഇല്ല, പഠനം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേറൊരു 1-2 സ്ഥാപനങ്ങളിൽ, തൃശ്ശൂർ തന്നെ കുറേ സ്ഥാപനങ്ങളിൽ ഈ IT റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു CCTVയുടെ ഒരു ഇൻസ്റ്റാളേഷൻ കമ്പനി ഉണ്ടായിരുന്നു. അത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിരുന്നു. അവിടെ കയറി അങ്ങനെ അതിലും കുറച്ച് നാൾ വർക്ക് ചെയ്തു. അങ്ങനെയാണ് വേറൊരു ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നൊരു കമ്പനിയിൽ, അങ്ങനെ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ ജോലിക്ക് കയറി. അങ്ങനെ ഞാൻ അവിടെ ഒരു 6 വർഷത്തോളം അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അവിടുത്തെ മാനേജ്മെൻറ്റിന് നമ്മളൊരു ഡിസിഷൻ വന്നപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കിറ്റ് ചെയ്തിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. 6 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് ഏത് പോസ്റ്റിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാൻ ടോപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം അവിടെ കയറുമ്പോൾ ഈ ബോക്സ് എടുത്ത് വെക്കലും ചെക്ക് കൊണ്ടിടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ പയ്യെ അവിടുത്തെ അക്കൗണ്ട്സിൽ കയറി, പിന്നെ സെയിൽസിൽ കയറി, പിന്നെ ഞാൻ അതിന് മുകളിലേക്ക് അവിടെ സ്ഥാപനത്തിലും ആവശ്യമില്ല. അപ്പം അങ്ങനെ അവിടുത്തെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയി. എന്നിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ പോയിരുന്നത്. പക്ഷേ ചില തീരുമാനങ്ങൾ അത് അവർക്കും അംഗീകരിക്കാനായില്ല. അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് കിറ്റ് ചെയ്തപ്പോ നമ്മുടെ മുന്നിൽ പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഈ ഫീൽഡ് വിട്ടാൽ അപ്പന്റെ ഫർണിച്ചർ കടയിൽ പോയിരിക്കാന്ന്. അവർക്കറിയില്ല. ഞാൻ ഈ ഫീൽഡ് വിട്ട കാര്യം അവർക്ക് അറിയണ്ടായിരുന്നില്ല. സ്ഥാപനത്തിൽ ജോലി നിർത്തിയ കാര്യം അറിയണ്ടായിരുന്നില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അവിടുന്ന് എന്താ പറയാന്ന് വെച്ചാല് സാധാരണ അമ്മ ചോറാക്കി തരുന്ന പോലെ ചോറൊക്കെ പാക്ക് ചെയ്ത് കമ്പനി യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ ഇറങ്ങി തൃശ്ശൂര് തേക്കിങ്ങാട് മൈതാനത്തിൽ ചെന്നിരിക്കും. അവിടെയുള്ള ആൾക്കാർ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് സമയം കളയും.
അങ്ങനെ വൈകിട്ടാകുമ്പോഴേക്കും എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങോട്ട് വരും. ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പറപ്പൂരുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നുള്ള രീതിയിൽ നമ്മളെ കണ്ടമാനം മോട്ടിവേറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരെ നമ്മളെ കളയണേ. അതെ, അവരാണ് ഈ ലെവലാക്കിയത്. അങ്ങനെ വന്നു, അവര് മോട്ടിവേറ്റ് ചെയ്തു. അപ്പം ഞാൻ ഇതിനെ നമുക്ക് അല്ലെങ്കിൽ തന്നെ കുറേ ഓർഡറുകൾ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് ട്രയൽ ചെയ്തു. അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അപ്പോഴും നമ്മൾ രാവിലെ ചോറ് മുറിഞ്ഞ് യൂണിഫോം ഇട്ട് രീതിയിൽ പോരും. വീട്ടിൽ പറഞ്ഞത് ഒരു ഓഫീസ് ആയപ്പോഴാണ് വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇല്ല. ആ ഓഫീസിന്റെ ഇനാഗ്രേഷൻ ആണ് ഞാൻ പേരൻസിനെയും റിലേറ്റീവ്സിനെ കൊണ്ടുവന്ന് ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഇത് ഇവർക്ക് അറിയുന്നത് മകന്റെ പേരിലുള്ള സ്ഥാപനമാണല്ലോ എന്നുള്ളത്. അങ്ങനെ അത് പതുക്കെ അങ്ങോട്ട് തുടങ്ങിയിരുന്നുണ്ടായിരുന്നേ. അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ കമ്പ്യൂട്ടറിന്റെ ഇത് തന്നെയായിരുന്നു. കമ്പ്യൂട്ടറിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കോർപ്പറേറ്റ് ക്ലയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരായിട്ട് ഞാൻ ഇതിന് മുന്നേ ഒന്ന് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഒരു ഡെമോ പോലെ ഞാൻ എല്ലായിടത്തും ചെന്ന് സംസാരിച്ചിരുന്നു. അന്ന് നമ്മൾ ചെല്ലുന്നത് ബൈക്കുമേ ആണല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുക വാല്യൂന് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ ചെയ്യുന്നുള്ള അതിനുള്ള. അപ്പൊ ഇവൻ വന്ന് പറയുന്നത് ഇത് കാര്യത്തിലാവോ ഇല്ലെന്നുള്ള അവർക്കും ഡൗട്ട്. കാര്യം ഈ പറയുന്ന ബ്രാൻഡുകളൊക്കെ വലിയ വോളിയം വരുന്ന സംഭവങ്ങളാണ്. ഒരു 50 ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 94 ലക്ഷം രൂപയായി. അതൊക്കെ ഈ വരുന്ന പയ്യനെ കൊണ്ട്, ഈ ബൈക്കും വരുന്ന പയ്യനെ കൊണ്ട് ഇതിവിടെ കറക്റ്റ് ടൈമിന് കറക്റ്റ് ലോജിസ്റ്റിക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർക്കും ഒരു ഡൗട്ടായിരുന്നു. പതുക്കെ നമ്മളത് ചെയ്യാൻ പറ്റും, നമ്മളതാണ്ട് പറ്റുന്നുള്ളവരെ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ നമുക്ക് അവിടെ നമുക്കൊരു ധൈര്യമായി. അങ്ങനെയാണ് പതുക്കെ അത് കയറി വന്ന് ക്ലയൻസിനെ നമ്മൾ ഡയറക്റ്റ്. അപ്പൊ നമുക്ക് ഇത്രയും ഒരു ഇപ്പൊ 50 കമ്പ്യൂട്ടറിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എങ്ങനെ ബിസിനസ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ തരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ മുന്നേ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ അവരുടെ അടുത്തും പോയി സംസാരിച്ചിരുന്നു. ഈ ക്ലയൻസിന്റെ അടുത്ത് പോയി സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് നമ്മൾ സംസാരിച്ചു. ഇങ്ങനെ ഒരു ആശയമുണ്ട്, ചെയ്താൽ എങ്ങനെയുണ്ട് എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ ഇത് ഈ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഫേക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് അറിയില്ല. ഈ വന്ന് പറയുന്ന ഒരു ബന്ധം മാത്രമേ അവരുള്ളൂ. ഇതിന് മുന്നേ അവർ എന്നെ കണ്ടിട്ടുമില്ല. അപ്പോൾ അവർക്കും അറിയില്ല ഇത് തന്നു കഴിഞ്ഞാൽ ഈ പൈസ പോവോ, അല്ലെങ്കിൽ ഇത് കറക്റ്റ് നമുക്കിത് കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് മേടിച്ച് ഇവിടെ കൊടുക്കാൻ പറ്റുന്നുള്ള അവർക്കും അറിയില്ല. അങ്ങനെ ഞാൻ പതുക്കെ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവരുടെ പേരിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ എൻ്റെ ക്ലയൻസിലേക്ക് ബില്ലടിക്കണം ഉണ്ടായത്. അങ്ങനെ ഒരു നല്ലൊരു ടേൺ ഓവർ 1-2 മാസത്തിൻ്റെ ഉള്ളിൽ അവരുടെ സ്ഥാപനത്തിൽ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അവർ വരുന്നുള്ളത് ഉറപ്പായി. പിന്നെ നമ്മൾ പറയുന്ന ക്ലയൻസിനും അവർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയപ്പോൾ അവർ പറഞ്ഞു എന്നെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തു കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമുക്കത് എന്നാൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ ചെന്നിരുന്നു, സംസാരിച്ചു. അങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ ഇരുന്നിട്ടാണ് നമ്മുടെ കമ്പനിക്ക് ഒരു പേര് തന്നെ ഇടുന്നത്. അങ്ങനെ പേരിട്ടത് ഡോമിനന്റ് എന്നാണ്. അങ്ങനെ ഒരു പേര് അവരായിട്ട് തന്നെ ഇട്ടതാണ്. അതങ്ങനെ അത് ഫിക്സ് ചെയ്തു. എന്താണ് കമ്പനിയുടെ ഫുൾ നെയിം? അപ്പോൾ ഡോമിനന്റ് സിസ്റ്റംസ് എന്നാണ്. അതെ. ആദ്യത്തെ ഓഫീസ് എവിടെയായിരുന്നു? ആദ്യത്തെ ഓഫീസ് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലായിരുന്നു. അതൊരു ചെറിയൊരു റൂമായിരുന്നു. അതൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ ആയിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു GST എടുക്കാൻ പാകത്തിന് ഒരു റൂമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് അത് ചെറിയ പൈസക്ക് വാങ്ങിച്ച്. എത്ര സ്ക്വയർ ഫീറ്റ്? അതൊരു 50 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ല. അത്രേ ഉള്ളൂ. ചെറിയ മൈതാനം. അപ്പൊ അതങ്ങനെ പിന്നെ അത് ചെറിയ റൂം മേടിച്ചു, അതിൽ GST എടുത്തു. അങ്ങനെ നമ്മൾ പോകുന്നതും ഈ ബൈക്കും തന്നെയാണ്. പോണത്. അപ്പൊ ഈ ഡൊമിനിക്ക് പോകുന്നത് ബൈക്കിനാണ്. നമുക്കാണെങ്കിൽ ആകെ 24-25 വയസ്സേ ഉള്ളൂ. ആദ്യത്തെ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്ത് അവർ നമുക്ക് വർക്ക് കിട്ടുക പറഞ്ഞ ചെറിയ ടാസ്ക് അല്ല. ചെറിയ പ്രായം, ഇവര് തരുന്ന ഓർഡർ ഇത്രയും വലിയ ഓർഡർ, ഇത്രയും പയ്യെ വരുമ്പോൾ ടേൺ ഓവർ ഒക്കെ നമുക്ക് ഭയങ്കര വലിയ ടേൺ ഓവർ ആയിരിക്കും. പ്രോഫിറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ടേൺ ഓവർ ഒക്കെ വലുതായിരിക്കും. അപ്പോ ഈ ഫസ്റ്റ് ക്ലയന്റിനെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഡൊമിനിക്കിന്റെ ആദ്യത്തെ ക്ലയന്റ് ആരായിരുന്നു? എൻ്റെ ആദ്യത്തെ ക്ലയന്റ് എന്ന് പറയാനായിട്ട് എന്താ വെച്ചാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അഡ്മിൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി ആയിരുന്നു. അപ്പം പുള്ളി അടുത്ത് സംസാരിച്ചു. പുള്ളി ആ കമ്പനിയിൽ എൻ്റെ വേണ്ടപ്പെട്ട സാർമാരോട് സംസാരിച്ച് എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഓർഡർ കിട്ടുന്നുള്ളത്.
എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ധൈര്യത്തിൽ അവിടെ ചെന്ന് സംസാരിച്ചു. ആദ്യത്തെ ക്ലയന്റ് നമ്മുടെ ക്ലയന്റ് വരുന്ന ഡബിൾ ഹോഴ്സ് ആയിരുന്നു. ഡബിൾ ഹോഴ്സ് ആണ്. അതെ അതെ ഓക്കെ. അവരുടെ നമ്മൾ ഈ ബൈക്കുമേൽ ചെന്ന് ഫസ്റ്റ് കച്ചവടം പിടിക്കുന്നത് ഡബിൾ ഹോഴ്സിൽ ആയിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം സെയിൽ പിടിക്കുന്നത് അത് നല്ല കുഴപ്പമില്ലാത്തൊരു സെയിൽ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ ഈ പറഞ്ഞ ഞാനായിട്ട് സൗഹൃദമുള്ള IT വർക്ക് ചെയ്യുന്ന അഡ്മിന്മാരായിട്ട് സംസാരിച്ചു. ഒരുപാട് IT പാർക്കുകളിൽ നമുക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഒരു 24/7 വർക്കിംഗ് ആണെന്ന് തന്നെ പറയാം. ബിസിനസ് അങ്ങനെ ആണെന്നുള്ളത് എനിക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ പഠിച്ചെടുത്തു. അങ്ങനെ ഈ പറഞ്ഞ ഡബിൾ ഹോഴ്സിന്റെ വോളിയം നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടി. അതൊക്കെയാണ് ഞാൻ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് അവരിൽ നിന്ന് ഡയറക്റ്റാണ് ബില്ലടിക്കുന്നത്. ഞാൻ എൻ്റെ കമ്പനി തുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ ഡയറക്റ്റ് ബില്ലടിക്കുന്നത്. അങ്ങനെ പിന്നെ കല്യാൺ എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്നു. കല്യാണ്ട് വന്നു. അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ ഓരോരോ കോർപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വന്ന് നമ്മൾ പതുക്കെ എൻ്റെ പേരിൽ തന്നെ ഒരു കമ്പനി ആയിക്കൂടാന്ന് വന്നപ്പോൾ നമ്മുടെ പേരിൽ തന്നെ അങ്ങോട്ട് അങ്ങനെയാണ് ഈ 50 സ്ക്വയർ ഫീറ്റ് GST എടുക്കുന്നതും കാര്യങ്ങളും. അന്ന് നമുക്കൊരു ട്വിസ്റ്റ് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് എടുക്കുമ്പോൾ ഏകദേശം ഒരു 3 പേര് അല്ലെങ്കിൽ 2 പേരൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ആവശ്യം വന്നിരുന്നുള്ളൂ. അതിന് അത്ര ചെറിയൊരു ടേൺ ഓവർ ബിസിനസ്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ പതുക്കെ പയ്യെ അത് നമുക്ക് 2 ബ്രാഞ്ചായി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റാഫുമായി. അത് ആ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളിയായിട്ട് പോയി. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് വളർന്നോ? അതന്നെ പെട്ടെന്ന് വളരുന്നത് ബിസിനസ് നല്ലതല്ലാന്ന് എൻ്റെ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഞാൻ പിന്നീട് അത് മനസ്സിലാക്കി എടുക്കുകയായിരുന്നു. പെട്ടെന്ന് വളരുന്ന ബിസിനസ് പെട്ടെന്ന് തന്നെ താഴെ പോകും. താഴെ പോയി. അതായത് നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഈ ബിസിനസ്സിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അവരുടെ ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ എന്താ പറയുക അവരുടെ ഇമോഷൻസ് നമ്മൾ ഒരു കാരണവശാലും ട്രസ്റ്റ് ചെയ്യരുത്. അത് മനുഷ്യന്മാരെ ട്രസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് പലതും കേട്ടിട്ടുണ്ട്, പല പ്രമുഖരായിട്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ അത്രയും പൈസ അതിന്ന് നമുക്ക് ആ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് നമ്മളെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്തായിരുന്നു പറ്റിയത്? അത് നമുക്ക് ഏകദേശം നമ്മുടെ ടേൺ ഓവറിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്കൊരു 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. നമ്മൾ നിൽക്കുന്ന കാലിൻ്റെ അടിയിലത്തെ മണ്ണ് ഒലിച്ച് പോണത് നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. അത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ ഇമോഷൻസിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് ട്രാക്ക് ചെയ്ത് ആ രീതിയിൽ ആ ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് നമ്മുടെ കമ്പനിക്ക് ഒരു സിസ്റ്റം എന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിൽ നമുക്ക് അത്രത്തോളം ലോസ് നമ്മുടെ കമ്പനിയിലേക്ക് 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അതെ. നമ്മളെ പോലെ വളർന്നു വരുന്ന ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് 30 ലക്ഷത്തിന് 30 കോടിയുടെ വാല്യൂ ഉണ്ടാവും. അത്രയ്ക്കും അത് നമ്മൾ എന്താ പറയുക കംപ്ലീറ്റ്ലി തീർന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ നമ്മളിങ്ങനെ പതുക്കെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു. ആ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളും ആ പറഞ്ഞ സ്റ്റാഫുകളെയും നമ്മളെല്ലാം പറഞ്ഞു വിട്ടു. എന്നിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ പക്ഷെ നമ്മൾ ഇത്രയും ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്ലയൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊന്നും നമ്മൾ ആൻസർ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൽ തന്നെ പിടിച്ച് നിൽക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മളിത് തന്നെ പിടിച്ച് നിർത്തി. അങ്ങനെ 2 പേരായി ആ സ്ഥാപനം റൺ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു പ്രശ്നത്തിലാകപ്പെട്ടു, നമ്മുടെ ഇത്രയും കോർപ്പറേറ്റ് ക്ലയൻസിന് അറിയിക്കാൻ പറ്റില്ല. കാര്യം അവർ നമ്മളായിട്ട് അത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത്രയും 3 വർഷത്തെ വാറണ്ടി ഉള്ള കേസുകളുണ്ടായിരിക്കും, 5 വർഷത്തെ വാറണ്ടി ഉള്ള. അവർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കണം, സോഫ്റ്റ്വെയർ ഡൗൺ ആവും, സെർവർ ഡൗൺ ആവും. അത്രയും സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ഈ IT പാർക്കുകളിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ക്ലയൻസുകളാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും സപ്പോർട്ട് വേണം. അത് പ്രൊഡക്റ്റായിട്ടും വേണം, അവർക്ക് സർവീസായിട്ടും വേണം. അപ്പോൾ നമുക്കത് പിടിച്ച് നിർത്തിയേ പറ്റുള്ളൂ. പക്ഷേ ഇത് എൻ്റെ ബിസിനസ്സിനെ ബാധിക്കില്ല എന്ന് ഞാനൊരു ഘട്ടത്തിൽ വിശ്വസിച്ച് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ പോയത് നമുക്കിനി ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്ലയൻറ്റ് ഡാറ്റ ഒരു തവണ നഷ്ടപ്പെട്ടാൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവർക്ക് വന്നാൽ പിന്നെ അവർ നമ്മളെ തിരിച്ച് വിളിക്കില്ല. ഒരിക്കലും നമുക്ക് ആ പടി തിരിച്ച് ചവിട്ടാൻ പറ്റില്ല. കാര്യം അതേ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര കഷ്ടപ്പെട്ടാണ് ഓരോ ക്ലയൻറ്റിനും നമ്മൾ നമ്മുടെ കമ്പനീനെ വെച്ച് ട്രസ്റ്റ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു സെക്കൻഡ് മതി അത് പോയി കിട്ടാൻ. കാര്യം നല്ല സർവീസ് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇഷ്ടംപോലെ ആൾക്കാർ വേറെയും അവർക്ക് മെറ്റീരിയൽ കൊടുക്കാനും സർവീസ് കൊടുക്കാനും ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ കളയരുതെന്നുള്ളൊരു സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പിടിച്ചു നിർത്തി പയ്യെ അത് ഞാൻ കൊണ്ടുവന്നു. തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ യാത്രയിലാണ്. ഇങ്ങനെ ലൈക്ക് ഇപ്പം പപ്പയൊക്കെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പച്ചനും
അപ്പച്ചനും വലിയപ്പച്ചനും ബിസിനസ്സുകാരനാണ്. അതെ 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 അതെ. അപ്പോൾ അവര് ഇങ്ങനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർ സപ്പോർട്ട് അവർ ആദ്യം ചോദിച്ചത് എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. അതായത് അവർക്ക് ഇത്രയും വർഷങ്ങളായി, പപ്പ എന്ന് വെച്ചാൽ 30 വർഷത്തിന് മേലെയായി ബിസിനസ്സിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർക്കൊന്നും ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ നിന്നൊരാൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നീ നിന്ന് കൊടുക്കാണ്ട് നിന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അപ്പം നീ നിന്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാണ്ടും നിന്റെ ബിസിനസ്സിൽ എന്താ ചെയ്യുക ഇൻവോൾവ് ആവാണ്ട് നിന്നുകൊണ്ടാണ് നിന്നെ അവർക്ക് ഈസി ആയിട്ട് പറ്റിക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നിനക്കിത് സംഭവിച്ചെന്നുള്ളത് അവർ പറഞ്ഞു. പിന്നെ അവർ പതുക്കെ പതുക്കെ നമുക്ക് വേണ്ട സപ്പോർട്ടുകളും ഇപ്പോൾ നമ്മുടെ ചേട്ടന്മാരായാലും നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ ഈ ഫ്രണ്ട്സ് ആയാലും നമുക്ക് തന്ന സപ്പോർട്ടിൻ്റെ ബലത്തിൽ നമ്മളങ്ങോട്ട് കയറി വരികയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ പോയാലും കുഴപ്പമില്ലടാ, നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് അതെ, അതെ, പറയാൻ ഒരു അതെ. ആൾക്കാരുണ്ടാവണമല്ലോ അതുണ്ട്. അമ്മ അത്രയ്ക്കും നമുക്കൊരു അമ്മയോടെ നമ്മൾ ഒരുവിധം കാര്യങ്ങളെല്ലാം പറയാറ്. അപ്പോൾ അമ്മ നമുക്ക് അത്രയ്ക്കും സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പനോട് നമ്മൾ അതിന് കുറച്ചേ പറയുള്ളൂ, നമ്മൾ അമ്മയോടെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിലും അപ്പനും നമുക്കൊരു മധ്യസ്ഥയാണല്ലോ അമ്മ. അതെ 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 അതെ. അപ്പോൾ അമ്മ അത് സെറ്റിൽമെന്റ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു സഹായങ്ങൾ വേണോ ഒക്കെ എല്ലാം അമ്മയാണ് ചോദിച്ച് അപ്പച്ചനോട് പറയല്. നമ്മളെല്ലാ കാര്യങ്ങളും അമ്മയോടാണ് പറയല്. അപ്പോൾ അമ്മ അത്രയും സപ്പോർട്ട് വീട്ടിൽ നിന്ന് തന്നെ തന്നിരുന്നു. അമ്മ ഒരുപാട് നമ്മുടെ കസിൻസിനൊക്കെ വിളിച്ച് പറയും, ഡൊമിനിക്കിനൊന്ന് വിളിക്ക്, അവൻ എവിടെയൊന്ന് അന്വേഷിക്കുക, അവൻ എന്തെങ്കിലും പ്രശ്നം ചോദിക്കുക. അമ്മ ഡയറക്റ്റ് പല കാര്യങ്ങളും എന്നോട് ചോദിക്കാറില്ല. പക്ഷെ ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മ പറയും നീ ഇന്ന് അവിടെ ആയിരുന്നുല്ലേ. അപ്പൊ അമ്മ അതെല്ലാം നോക്കുന്നുണ്ട്. അതെ 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 അതെ. ഈ വിഷയത്തിന് ശേഷം ഭയങ്കരമായിട്ട് അമ്മ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആയ പോലെയായിരുന്നു. എന്താണ് പറ്റിയത്, ആരാണ് പറ്റിച്ചത് എന്നൊക്കെയുള്ളൊരു തിരിച്ച് ഇനിയിപ്പം തിരിച്ചു വരവിന്റെ പാതയിലാണ്. അതെ അതെ അതെ. ഇനിയിപ്പം തിരിച്ചു പിടിക്കണം. അത് തന്നെയുള്ളൂ. അപ്പൊ അതിനിപ്പോ നമ്മൾ ഏകദേശം ഈ ഒരു അത്യാവശ്യം നമ്മൾ നല്ല ടേൺ ഓവറിലേക്ക് ആയിട്ടുണ്ട്. ഇനി അതേ പ്ലസ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മളൊരു 14 ബ്രാഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ജില്ലയിലും ഓരോ ബ്രാഞ്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള സെയിൽസും അതിനനുസരിച്ച് നല്ലൊരു ടേൺ ഓവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 1 ഇയറിൻ്റെ ഉള്ളിൽ 2026 ആകുമ്പോഴേക്കും. തീർച്ചയായിട്ടും. കാരണം ഡൊമിനിക്കിന് അത്രയും ഒരു വൈബ്രൻസി ഉണ്ട്, നല്ല ചിരിച്ച് ആ ഒരു കാര്യത്തെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതല്ല, അത് നമുക്കൊരു വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിയാണ് നമ്മളതിനെ ഒരു ചരടുമ നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് അവിടെ ട്രാവൽസ് ആണ്. ആള് ജയഗുരു ട്രാവൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഓണറും കൂടിയാണ്. ആ പുള്ളിയാണ് അങ്ങനെ ആ രീതിയിൽ ഈ ഒരു പ്രശ്നം ആ രീതിയിലും കൂടി ഹാൻഡിൽ ചെയ്യാം, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, എല്ലാം ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതൊരു എന്താ പറയുക, ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ആളാണ് നമുക്ക് പറഞ്ഞു തന്നെ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളത്, ഞാനെല്ലാം നല്ല സുഹൃത്ത് ബന്ധം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഈ ഒരു പ്രശ്നത്തിന് ശേഷം. പക്ഷെ പിന്നീട് അതുണ്ട്, ആ രീതിയിലേക്ക് ആളെ നമ്മൾ ട്രീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും കാണാനായിട്ട് നമുക്ക് ഇത്രയും നല്ല സൗഹൃദങ്ങളും വേണമെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിരുന്നുണ്ടായിരുന്നത്. ഓക്കെ, അടിപൊളി. ഈ നമ്മൾ ഇന്റർവ്യൂവിന് തുടക്കത്തിൽ പറഞ്ഞു ഒരു ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. ആദ്യം പോകുന്നത് ഡബിൾ ഹോഴ്സിലേക്കാണ്, അവിടെ നിന്ന് വർക്ക് കിട്ടി. പിന്നീട് എപ്പോഴാണ് ഈ ബൈക്കിൽ നിന്ന് കാറിലേക്കൊരു ഇരുചക്ര വാഹനത്തിൽ നിന്നും 4 ചക്ര വാഹനത്തിലേക്ക് മാറുന്നത്? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് സംഭവിച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ, അതായത് ഒരു പുതിയ ആളാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. ഇത്ര ഈ നമ്മുടെ സംവിധാനത്തിൽ ഇത്ര ഏജ് കുറവുള്ള ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഈ ആരും ഇല്ല, ഒരുവിധം ഇല്ലെന്ന് തന്നെ പറയാം. നമ്മളാണ് ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആൻസറാണ്. പിന്നെ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ തീരുമാനം എടുത്ത് അവരുടെ അടുത്ത് പറയാൻ പറ്റും, ഇന്ന രീതിയിൽ ചെയ്യാം. പിന്നെ മറ്റുള്ള കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോർപ്പറേറ്റിന് ഡീൽ ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികൾ തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഒരു എന്താ പറയുക, ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞ് പോകണം. എൻ്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീരുമാനം എടുക്കുകയാണ്, എന്നാൽ അതിൻ്റെ രീതിയിൽ ചെയ്തു തരാം, അപ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ അവർക്ക് അത് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളത് തീരുമാനിച്ച്, അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു എൻട്രി എല്ലാ സ്ഥാപനങ്ങളിലും ഈ പറഞ്ഞ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ബൈക്കിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 6-7 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു 4 വീലർ കാറ് മേടിക്കണ്ടായി. അതെ. അപ്പം അത് നമ്മുടെ പേരൻസിനും എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത് തന്നെ. അവരെ സംബന്ധിച്ചും അവര് മേടിച്ചു തന്നാൽ ചിലപ്പോൾ ഇതിന് മുന്നേ നമുക്ക് മേടിക്കാൻ പറ്റില്ല. അതായത് അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസ്, നമ്മുടെ പപ്പയ്ക്ക് കാറുണ്ട്, പക്ഷെ അത് നമ്മളെ കൊണ്ട് തൊടിയിക്കില്ല. ആള് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓടിക്കാനല്ല പ്രയാസം, ഇത് വാങ്ങിക്കാനാണ് പ്രയാസം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അപ്പോൾ നമ്മളുള്ളിലുണ്ടല്ലോ, അപ്പൊ ആ ഒരു സ്പിരിറ്റിൽ ഞാൻ വേറെ ആൾക്കാരെ കാറൊന്നും അങ്ങനെ മേടിച്ച് ഓടിക്കില്ല. ഞാൻ കാറ് മേടിച്ചിട്ടാണ്
ഞാൻ ലൈസൻസ് എടുത്തത്. ആ സാധാരണ എല്ലാവരും 18 വയസ്സാകുമ്പോൾ കാർ ലൈസൻസ് എടുക്കും. അങ്ങനെ ചെയ്യില്ല. അതായത് അതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ കാർ മേടിച്ചിട്ട് എൻ്റെ സ്വന്തം കാർ ഓടിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ലൈസൻസ് എടുത്തത്. മിടുക്കൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാതെ ഓരോരുത്തരോട് കാർ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ബൈക്ക് തന്നെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു മുഖത്ത് ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ കാണാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ ആദ്യത്തെ ലക്ഷ്യം ഒരു കാർ മേടിക്കണം എന്നുള്ളതായിരുന്നു. ആദ്യം ഓഫീസ് തുടങ്ങണം, അത് നല്ല രീതിയിൽ റൺ ചെയ്യണം, അപ്പോൾ അതൊക്കെ നമ്മുടെ സിസ്റ്റങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം, അതിനുശേഷം ഒരു കാർ മേടിക്കണം. ആ രീതിയിൽ തന്നെ പോയി നമ്മൾ പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 4 വീലർ മേടിക്കാനുണ്ടായത്. ഓക്കെ. ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് 1000-ലധികം കോർപ്പറേറ്റ് ബ്രാൻഡുകളെ ഇപ്പോൾ ഇന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഇതിൻ്റെ ഡയറക്റ്റ് ഓണേഴ്സായിട്ടായിരിക്കും നമ്മൾ ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ. എപ്പോഴും പറയും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കേൾക്കുന്നത് ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് ഈ ജീവിച്ച് ബിസിനസ്സൊക്കെ പഠിച്ച് ജീവിച്ച് അതിനകത്ത് ജീവിക്കുന്നവരിൽ നിന്ന് നമുക്ക് കുറേ കിട്ടുന്ന ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമിനിക്കിന് ഇത്രയും ആളുകളുടെ അടുത്ത് ഇപ്പോൾ ഡൊമിനിക്ക് ചെറുതായതുകൊണ്ട് തന്നെ അവരൊരുപാട് കാര്യങ്ങൾ ഡൊമിനിക്കിന് പറഞ്ഞു തരും, ഒരുപാട് കാര്യങ്ങൾ അവർ മെൻറ്റർഷിപ്പ് തരും. അങ്ങനെ ഡൊമിനിക്കിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം എന്തായിരിക്കും അവരുടെ അടുത്ത് നിന്ന്? ഏറ്റവും നല്ലൊരു ഉപദേശം എന്ന് വെച്ചാൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ് ആണ്, അല്ലാണ്ട് അതൊരു പ്രശ്നമല്ല. ഡൗൺ ടു എർത്ത് വരും, എന്നിരുന്നാലും അതൊരു സോൾവിങ് ആണ്. അത് ആ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് പോകുമ്പോഴാണ് ബിസിനസ്സിൽ സക്സസ് ആവുന്നുള്ളൂ. അതിനനുസരിച്ച് തന്നെ നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ വരും. ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ വരും, മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വരും, ലോജിസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ വരും. അതൊക്കെ സോൾവ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ബിസിനസ്സിൽ സക്സസ് ആവുള്ളൂ എന്നാണ്. അപ്പം അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് സമയം കൊടുത്ത് നമ്മുടെ ഫ്രണ്ട്സിന്, അതായത് നല്ല സൗഹൃദങ്ങൾക്ക് വാല്യൂ കൊടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കി നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് വരുള്ളൂ. അതല്ലാണ്ട് നമ്മൾ എടുക്കുന്ന റിസ്ക്കും അതുപോലെ നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റും വളരെ വലുതാണ് സമൂഹത്തിൽ. ഒരു ബിസിനസ് ഓണർപ്രണർ ആവുന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ നല്ലൊരു കമ്മിറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവർക്കൊരു തിരിച്ച് റിട്ടേൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൽ സമയം കണ്ടെത്തി മുന്നോട്ട് പോകണം. അപ്പുറത്തും ഇപ്പുറത്തും പല ബിസിനസ്സിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ കമ്പയർ ചെയ്ത് നമ്മുടെ ബിസിനസ്സിനെ കമ്പയർ ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ നമ്മുടെ സമയം നമ്മുടെ ബിസിനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവുമെന്നുള്ളതാണ് ഈ തൃശ്ശൂരിലെ പല ഓണേഴ്സും ഞാൻ കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു പറഞ്ഞു തന്നിട്ടുള്ളൊരു ഒരു പാഠം. നിന്റെ കാര്യം നോക്ക് ഡൊമിനിക്ക്. അതായത് ഞാൻ സംസാരിച്ച ഒട്ടുമിക്ക, അതായത് നല്ല നിലയിലെത്തി നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരേനും ഇഷ്ടം പോലെ ആൾക്കാർ പെറ്റിച്ച് പോയിട്ടുണ്ട്. തൃശ്ശൂരും അതേപോലെ തന്നെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ പെറ്റിച്ച് പോയിട്ടുണ്ട്. പക്ഷേ പെറ്റിച്ച് പോയവരൊന്നും ഇപ്പോൾ നിലവിലില്ല. പക്ഷെ എന്നിരുന്നാലും ഈ നല്ല രീതിയിൽ സത്യസന്ധതയോടെ അതുണ്ട്. പറ്റിപ്പെട്ടവർ വിജയിച്ചിട്ടുണ്ട്. അവർ ആ സ്ട്രഗിളിങ് പീരീഡിൽ വിജയിച്ചിട്ടുണ്ട്. അത് അവർ അത്രയും സക്സസ് അവർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അത് അവർ ക്ഷമയോടെ വളരെ പോസിറ്റീവായി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ സക്സസ് ആയിട്ടുള്ളത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളും ബിസിനസ്സിൽ സക്സസ് ആവുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഓരോ പാഠങ്ങൾ. തീർച്ചയായിട്ടും. ഈ ഡോമിനന്റ് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ പറഞ്ഞ 1000 ക്ലയൻസ് ഉണ്ട്, ഇത്ര വർഷം കൊണ്ട് നല്ല ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സർവീസുകളാണ് നിങ്ങൾ പർട്ടിക്കുലർലി കൊടുക്കുന്നത് ഇവർക്ക്? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള IT പ്രൊഡക്റ്റുകൾ, അതുപോലെ CCTV, സോളാർ, IT കമ്പനികൾക്ക് എന്താണോ വേണ്ടത് ആ സർവീസുകൾ നമ്മൾ അവർക്ക് ആവശ്യമല്ല കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ഒരു IT സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അതുപോലെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ജ്വല്ലറികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അതുപോലെ A to Z കാര്യങ്ങൾ, CCTV ആയാലും സെക്യൂരിറ്റി ആയാലും സ്ട്രോങ് റൂമുകളായാലും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഹോൾസെയിലായിട്ട് തന്നെ അല്ലെങ്കിൽ ബൾക്ക് എടുക്കുന്ന ഒരു പ്രൈസിൽ തന്നെ ഡയറക്റ്റ് കമ്പനികളിൽ നിന്ന് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡൊമിനിക്ക് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇടനിലക്കാരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു പ്രൈസിൽ തന്നെ നമുക്കത് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം നമ്മളിപ്പം കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. ആ സിസ്റ്റത്തിൽ അവർ എന്ത് ചെയ്യണം എന്നുള്ളത് ആ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. അതല്ലാണ്ട് ഒരു വ്യക്തിയല്ല. ആ സ്ഥാപനം മുന്നോട്ട് വളരുമ്പോൾ ആ സ്ഥാപനത്തിന് എവിടെ തന്നെ ആയാലും ആ സ്ഥാപനം ഇപ്പോൾ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്ന് UAE-യിലായാലും എവിടെയാണെന്നുണ്ടെങ്കിലും എവിടെ തുടങ്ങിയാലും ആ
സിസ്റ്റമാണ് ആ കമ്പനീനെ വിജയിപ്പിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സോഫ്റ്റ്വെയറുകളും അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളാണ് നമ്മുടെ കമ്പനി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഒരു ജ്വല്ലറിക്ക് ഇന്ന രീതിയിലാണ് ഒരു സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വ്യക്തി വന്നിരുന്ന ഒരു സ്റ്റാഫ് വന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് അതിൽ വേറെ ബ്രൗസ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിൽ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്താണോ അവർക്ക് വർക്ക് അസൈൻ ചെയ്യുന്നത്, അത് HR-നായാലും ശരി, അത് MD-ക്ക് ആയാലും ശരി, അവർക്ക് അത് കറക്റ്റ് മോണിറ്റർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ മൊബൈലിലേക്ക് വരുന്ന രീതിയിലുള്ള സംവിധാനം കൂടിയാണ് ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളായാലും ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ലീഡിങ് കമ്പനികളുടെ മുഴുവൻ പ്രൊഡക്റ്റുകളും നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല മൊമെന്റ്സിലൂടെയും ഒരുപാട് മോശം മൊമെന്റ്സിലൂടെയും കടന്നു വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ നല്ല മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കിൽ നടന്നു, ആ ബൈക്കിൽ നടന്നപ്പോഴും ഡബിൾ ഹോഴ്സ് പോലത്തെ വലിയ കമ്പനിയിൽ നമുക്ക് ഓർഡേഴ്സ് കിട്ടി. ഇന്ന് ഇത്ര അധികം ബ്രാൻഡുകളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ വിശ്വസ്തരായ ഒരുപാട് പേരിൽ നിന്ന് നമുക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? ലൈഫിൽ നമ്മളുണ്ടായെന്ന് വെച്ചാൽ സർപ്രൈസായിട്ട് നമ്മളൊരു 4-wheeler വാഹനം വാങ്ങിക്കുന്നത്. അതായത് നമ്മൾ പോയിരുന്നൊരു ജോലിയിൽ നിന്ന് എന്ത് തന്നെയായാലും നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കില്ല. ഒരു 9 to 5 ജോബിൽ എന്തായാലും നമുക്കിത് ഏൺ ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു ഏജിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 24-25 വയസ്സിൽ ഇത് നമ്മൾ ഏകദേശം സക്സസ് ആയിട്ടുണ്ടല്ലോ. ആ ഒരു ഏജിൽ എന്തായാലും പേരൻസിന് അറിയാം. കാരണം എൻ്റെ 2 ചേട്ടന്മാരെയും അവർ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല നിലയിൽ തന്നെ ജോലി കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ ഇച്ചിരി ബാക്കായ കാരണം കൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നു ഈ ഇത്രയും ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന അവർ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം അവർ ആദ്യമായിട്ട് പപ്പയ്ക്കാണ് ഞാൻ കാറിൻ്റെ ചാവി കൊടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് തന്നെ ആയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം ഇന്നൊരു 3 കാറ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതന്നെയുള്ളൂ. അപ്പോൾ അവരുടെ സന്തോഷത്തിനനുസരിച്ചാണ് ഇന്ന് അവരിന്ന് എന്തൊരു ആവശ്യം പറഞ്ഞാലും എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കായി കഴിഞ്ഞു. ഈ ഇത്രയൊരു എക്സ്പീരിയൻസിൻ്റെ ഈ ഒരു ഏജിൻ്റെ ഉള്ളിൽ അവരെന്തൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലും എനിക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് അവർക്കും മനസ്സിലായി കഴിഞ്ഞു. അവരും വിചാരിച്ചിട്ടില്ല ഡൊമിനിക്ക് ഇന്ന് ഈ ലെവലിൽ ആവുന്നുള്ളതൊന്നും അവർ വിചാരിച്ചിട്ടില്ല. പക്ഷേ അതാണ് ഏറ്റവും അതായത് ഈ ബൈക്ക് വാങ്ങിക്കാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചത് അപ്പച്ചനാണ്. 25,000 രൂപ ആള് ബാങ്കിൽ അടച്ചു. എന്നിട്ട് പറഞ്ഞു ബാക്കി നീ എന്ത് ചെയ്യണം, EMI അടയ്ക്കണം. അപ്പോൾ 1 രൂപ എന്ത് തരില്ല, EMI തരില്ല, 1 രൂപ ഞാൻ തരില്ല, നീ അടയ്ക്കണം, നീ എന്താ ചെയ്തോ എന്ന് പറഞ്ഞു. അതിന് വെച്ചാൽ ബൈക്ക് വാങ്ങിക്കാന്നുള്ളത് ഈ 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ബൈക്കാണല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ ഒരു 18 പേര് ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കും വായിക്കണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ അവരോട് ചെന്ന് ചോദിക്കലൊന്നും അവർ തരൂല്ല. നമ്മളത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അപ്പച്ചൻ അന്ന് ഒരു കാര്യം ചെയ്യും, ഒരു ബൈക്ക് മേടിക്കാന്നുള്ള രീതിയിൽ 25,000 അടച്ചിട്ട് ബാക്കി EMI അടയ്ക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ കാറ്ററിങ് ജോലികളും അതുപോലെ ഇങ്ങനെ പതുക്കെ അപ്പച്ചൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ കൊണ്ടാക്കി അതിൻ്റെ EMIകളൊക്കെ അടച്ച് അതങ്ങനെ സ്വന്തമാക്കിയിട്ടാണ് ബൈക്ക് നമുക്ക് സ്വന്തമാവുന്നത്. അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ ആള് നമ്മളെ പതുക്കെ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്താന്നുള്ളത് പതുക്കെ പേരൻസ് തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അപ്പന്റെ കയ്യിലേക്ക് താക്കോല് അതിനപ്പുറത്തേക്ക് ഒരു പ്രോബ്ലം ഇല്ലാന്നല്ലേ? അപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ തൃശ്ശൂർ ടൗണിലാണല്ലോ നമ്മൾ 10ാം ക്ലാസ് തൊട്ട് തന്നെ തൃശ്ശൂർ ടൗണിലാണ് നമ്മൾ വന്നിട്ടുള്ള ഒരു പരിചയം. അവിടെ തൃശ്ശൂർ ടൗണിലാണ് പിന്നെ നമുക്കുള്ള മാർക്കറ്റിലെ ബന്ധങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുമ്പോൾ ഈ ഹോൾഡിങ്ങും അതുപോലെ തന്നെ ഈ പരസ്യങ്ങളും കാര്യങ്ങളും ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനായാലും ശരി, തൃശ്ശൂർ എവിടെ തന്നെ ആയാലും ഇഷ്ടം പോലെ ഈ കോർപ്പറേറ്റ് കമ്പനികളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പരസ്യങ്ങളായാലും അതുപോലെ ഈ പറഞ്ഞ കല്യാൺ സിൽക്സ് ആയാലും ജോയൽക്കാസ് ആയാലും മണപ്പുറത്തിൻ്റെ ആയാലും ഈ കമ്പനികളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കണ്ടുകൊണ്ടിരുന്ന അതെ. പക്ഷെ അവരൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ലെവലിൽ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന്, അതും സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവരൊക്കെ കാണാന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ കാര്യങ്ങളാണ്. നമുക്ക് അത്രയും പെട്ടെന്നൊന്നും ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ചെന്ന് കാണാൻ സാധിക്കുന്നില്ല, അവരുടെ തിരക്കുകൾ കാരണം കൊണ്ടാണ്. പക്ഷെ നമുക്കിന്ന് പല കമ്പനികളായിട്ടും മണപ്പുറം എന്ന് പറഞ്ഞ കമ്പനിക്കായിട്ട് നമ്മൾ നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് നമ്മുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇഷ്ടം പോലെ കമ്പനികളായിട്ട് ഇന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കറക്റ്റാണ്. ഡൊമിനിക്കിന്റെ ലൈഫ് വളർന്നു വരുന്ന കച്ചവടക്കാർക്കൊരു പാഠപുസ്തകം തന്നെയാണ്. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. തോറ്റു പിന്മാറാതിരിക്കാനും തോൽവികളെ എങ്ങനെ നേരിടാമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു എപ്പിസോഡാണ്.
ഇതിനേക്കാൾ ഉപരി ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളിലേക്ക് എടുക്കട്ടെ. ഇപ്പം സിസ്റ്റമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്കൊരു സോഫ്റ്റ്വെയർ ആണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പലപ്പോഴും ഈ സംരംഭകർ പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവർ ഓഫീസ് ഫർണിച്ചർ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻറ്റീരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ പലപ്പോഴും ഈ സോഫ്റ്റ്വെയർ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർക്കൊരു മടിയായിരിക്കും. ആ ഒരു വിഭാഗത്തെ നോക്കി കാണുമ്പോൾ ഒരു കമ്പനി തുടക്കത്തിൽ തന്നെ ഒരു സിസ്റ്റം ഡ്രിവൺ ആകുന്നതിൻ്റെ വാല്യൂസ് എന്തൊക്കെ പിന്നീട് നമുക്ക് കാണിക്കാൻ സാധിക്കും? സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ ഈ പറഞ്ഞ ഫർണിച്ചർ ആയാലും മറ്റെന്ത് കാര്യത്തിനും ശ്രദ്ധ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളൊരു ഏതൊരു ചെറിയ സ്ഥാപനമാണെങ്കിലും ശരി, ഒരു സിസ്റ്റത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ നിന്നാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ ഈ സ്റ്റാഫ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പണ്ടത്തെ പോലെ നമ്മളൊരു പലചരക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പണ്ടാളിങ്ങനെ എഴുതി തരുന്ന പോലെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഒരു ചെയിൻ ബിസിനസ്സാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ആ സിസ്റ്റത്തിൽ നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ അതിൻ്റെ CCTV ആയാലും ശരി, അതുപോലെ ഈ സ്റ്റോർ റൂമുകളൊക്കെ നമ്മൾ CCTV വെക്കാണ്ടിരുന്നാൽ ചില ചെറിയ ജ്വല്ലറികളൊന്നും CCTV വെക്കില്ല, സ്റ്റോറിൽ വെക്കില്ല. അതിൻ്റെ ആവശ്യമില്ല, അവിടെ അലറാമുള്ളതെന്ന് പറയും. പക്ഷേ അതിൽ കാര്യമില്ല. അലറാമൊക്കെ വളരെ അത് ഓഫാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലുണ്ട്. അപ്പോൾ ആക്സസ് ഡോറുകൾ, അതുപോലെ സെക്യൂരിറ്റി അലാംസ്, CCTV, ഇതിലൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നൊരു സിസ്റ്റം വേണം. കാര്യം അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിസ്റ്റം വഴി അലർട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്കും, അതുപോലെ നിയർ ബൈ ആയിട്ടുള്ള ബൗൺസേഴ്സിനും, അതുപോലെ നിയർ ബൈ ആയിട്ടുള്ള ഇവരുടെ മാനേജേഴ്സിനും കിട്ടാവുന്ന രീതിയിലൊരു സിസ്റ്റം അവിടെ എല്ലാ കാര്യത്തിനും, അത് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയാലും ശരി, അവിടുത്തെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ആയാലും ശരി, എല്ലാ കാര്യത്തിനും ഒരു സിസ്റ്റം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അവർക്ക് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അവർക്ക് അവരുടെ കമ്പനിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും ഈ സെയിം സാധനത്തിനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതൊരു ബ്രാഞ്ച് വേറെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ BOQ എന്നാണ് നമ്മളതിന് പറയാം. BOQ ഇതേപോലെ തന്നെ ഒരു ബ്രാഞ്ച് സെറ്റ് ചെയ്താൽ മതി. അത് അവർക്ക് ഈ ആദ്യം തുടങ്ങുന്ന ഒരു ബ്രാഞ്ചിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, IT-യിലായാലും സെക്യൂരിറ്റിയിലായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ ആവശ്യം വരില്ല, മൂന്നാമത്തെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അതിൽ ആവശ്യം വരില്ല. അപ്പോൾ അത് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് ഈ നമ്മുടെ ഈ മേഖലയിൽ, IT മേഖലകളിൽ അവർ ഫോക്കസ് ചെയ്താൽ അവരുടെ ബിസിനസ്സിന് വളരെ വലിയൊരു ഉപകാരമായിട്ടാണ് നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കാറ്. പലരും ശ്രദ്ധിക്കാറില്ല. കാര്യം ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇത് അവർ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അതിന് ചെറിയൊരു കമ്പ്യൂട്ടർ മതി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബില്ലിംഗ് മതി. അങ്ങനെയല്ല. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പാല് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ പാൽ കമ്പനിക്ക് പോകുന്ന ആൾക്ക് തന്നെ ബില്ലടിച്ച് മൊബൈലിൽ നിന്ന് പ്രിന്റ് കൊടുക്കാവുന്ന സംവിധാനമായി കഴിഞ്ഞു. മറ്റേത് അവരുടെ ഓഫീസിൽ വൈകുന്നേരം വന്ന് കണക്ക് കൊടുത്ത് ആ കാശും കൊടുത്ത് ഏൽപ്പിച്ച് പോകുന്നവരെ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്നൊന്നും ഇപ്പം അങ്ങനെ അവർക്ക് ആവശ്യമില്ല. അവർ റൂട്ടിൽ മാർക്കറ്റിംഗ് ഏജൻസികൾ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവർ കൈയോടെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ബില്ലടിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ട് ഗേറ്റ് വഴി സെറ്റ് ചെയ്തിട്ട് നമുക്കത് കമ്പനിയിലേക്ക് റിസീവ് ആവുന്ന രീതിയിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതായത് ഇപ്പം ഇന്നിപ്പോൾ പോയി അവർ അത് കറക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കൊടുക്കുന്ന ലിമിറ്റ് അറിയാണ്ട് പോകും. ആ കടയിൽ ലിമിറ്റ് 10,000 രൂപ ഉണ്ടാവുള്ളൂ. അവരിത് ഡെയിലി ക്യാഷ് മേടിക്കുമ്പോൾ അത് അറിയില്ല. ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ 10,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അവർ ആ 10,000 തിരിച്ചടച്ചാലാണ് ബാക്കി അവർക്ക് സ്റ്റോക്ക് അടുത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് നമുക്ക് ഇവിടുന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അക്കൗണ്ട്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ക്യാഷ് മേടിച്ച് കൊണ്ടുവരാണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിന് എത്ര ടേൺ ഓവർ ഉണ്ട്, അതിനനുസരിച്ച് എത്ര ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കണം, അവർക്ക് എങ്ങനെയാണ് റീപേയ്മെന്റ് വരുന്നത്, അവർ കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് റീപേയ്മെന്റ് കറക്റ്റ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കാനും. അതിപ്പോൾ കൺസ്യൂമർ ആയാലും ശരി, നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു തുണിക്കടയിൽ ചെന്ന് നമ്മൾ ക്ലോത്ത്സ് അത് നമ്മൾ കണ്ടിന്യൂസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് എന്തെങ്കിലും ഓഫറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതപ്പോൾ അത് മോണിറ്റർ ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിൽ ചിലപ്പോൾ വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിറങ്ങി പോകുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും, ഇന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, ഇതേ കസ്റ്റമർ കഴിഞ്ഞ 5 തവണയും ഇത്രയും രൂപയ്ക്ക് തന്നെ അവർക്ക് അവരെ സ്പെഷ്യൽ ആണ് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അത് അവരെ അറിയിക്കാൻ പറ്റും. അത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും RFI കാർഡുകൾ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് അവർക്കാണ് എന്താണ് ആവശ്യം നമ്മളാദ്യം അവരെ അനലൈസ് ചെയ്യും. അവർക്ക് വേണ്ടത് എന്താണ് നമ്മളാദ്യം അറിയും. അതിനുശേഷം നമുക്ക് IT-യുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സൊല്യൂഷനും നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ IT പാർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ട്സുകൾ ആവശ്യം വരുന്നതാണ്. അപ്പോൾ അവർക്ക് മറ്റൊരു സ്ഥാപനത്തിൽ എങ്ങനെയാണോ റൺ ചെയ്യണേ അത് ഇവർക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവർക്ക് എന്താണോ വേണ്ടത് അത് ആ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളി. എന്താണെങ്കിലും വളരെയധികം സന്തോഷം. ഇത്രയും ഒരു ഇൻസൈറ്റും എനിക്ക് കിട്ടി. അതിനേക്കാൾ ഉപരി നല്ലൊരു സ്പാർക്കുള്ള സ്റ്റോറിയുമായിരുന്നു ഒന്ന് നമ്മൾ ഷെയർ ചെയ്തത്.
2026 14 ബ്രാഞ്ചസുമായിട്ട് കേരളത്തിന്റെ അങ്ങേയറ്റം പോലെ ഇങ്ങേയറ്റം വരെ ഡൊമിനിക്കും ഡോമിനന്റ് എന്ന് പറയുന്ന ബ്രാൻഡും വളരുന്നത് സ്വപ്നം കണ്ട് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ആ വളർച്ചയിൽ ഞങ്ങളും ഒപ്പം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി 2026 കഴിഞ്ഞ് എല്ലാ ബ്രാഞ്ചും സെറ്റായതിനു ശേഷം ഒന്നോടെ വന്ന് കഥ പറയണം. എങ്ങനെയാണ് ഈ ഒന്നിൽ നിന്നും അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും വലുതായിട്ട് അവിടുന്ന് ഡൗൺ ആയി വീണ്ടും നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കയറി വരവ് ഇനി നമ്മൾ പിടിച്ചു നിർത്താത്തത്രം വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നോടെ ആ സമയത്ത് ഈ കഥ ഒന്നോടെ പറയാം. എങ്ങനെ വളർന്നു, എങ്ങനെ ആ സമയത്തെ മൾട്ടിപ്പിൾ ചെയ്തു, ബിസിനസ്സിനെ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തു എന്നുള്ളൊരു കഥ നമുക്ക് ഒന്നോടെ പറയാം. അതുവരെ കാണുന്നവരേക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ കച്ചവടക്കാരനും ബിസിനസ് തുടങ്ങുന്നത്. നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കവലക്കയിലോ അല്ലെങ്കിൽ കലിങ്കയിലോ ഈ പറഞ്ഞ തൃശ്ശൂരുകാരാണെങ്കിൽ ആ റൗണ്ടിലിരുന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും ഒരു തട്ടുകടയെങ്കിലും തുടങ്ങണമെന്ന്. ആ തട്ടുകട ആശയത്തിൽ നിന്നാണ് പലപ്പോഴും വലിയ വലിയ ബിസിനസ്സുകൾ ഉയർന്നു വരുന്നത്. ഡൊമിനിക്കിന്റെ സ്റ്റോറിയും വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല. ഡൊമിനിക്കിന്റെ സാഹചര്യങ്ങളിൽ കൂടെ കൂട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്തൊരു കച്ചവടക്കാരനായി. പക്ഷെ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന 1000-ലധികം കോർപ്പറേറ്റ് ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വലിയൊരു ബ്രാൻഡായിട്ട് ഡൊമിനിക്കിന് മാറാൻ സാധിച്ചത് ഡൊമിനിക്കിന് ബിസിനസ്സിനോടുള്ള ആ ഒരു ആർജവമാണ്. സോ ഇതുപോലെ നമുക്കും വളരാൻ സാധിക്കും, അതുപോലെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഹോട്ട് സീറ്റിലേക്ക്. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.